എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. ഉന്നതതല യോഗത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ഇതോടൊപ്പം തന്നെ മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയാൻ കൂടിയിരിക്കുകയാണ്. എ ടി അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകുക. അശ്വതി, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMRLന്റെ ഹർജിയിലുള്ള ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ അതിന് ഒരു വിധിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. എന്താണ് അതിൽ പ്രതീക്ഷിക്കേണ്ടത്? ഇതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ യോഗം വളരെ നിർണായകമാണല്ലോ. അഖില, ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും CMRLനും ഒരുപോലെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഈ ED അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയുകയാണ്. ഇതിൽ CMRL വലിയ രീതിയിൽ ഈ ED അന്വേഷണത്തെ ഹൈക്കോടതിയിൽ എതിർത്തിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നും അത് പരിശോധിക്കണം എന്നും കാണിച്ചുകൊണ്ടാണ് ED കഴിഞ്ഞ ദിവസം കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ നിരത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് വിധി പറയുകയാണ്. ഈ വിധി EDക്ക് അനുകൂലമാവുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമെതിരെ ഒരുപക്ഷെ നോട്ടീസ് നൽകുകയും അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ റെയ്ഡിന്റെ സമയത്തൊക്കെ തിരുവനന്തപുരത്ത് കണ്ട മാതൃകയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്ന് എന്ന് പറയുന്നത് വീണ വിജയനാണ്. വീണ വിജയൻ അടക്കം നോട്ടീസ് കൊടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ അത് EDക്ക് പ്രതികൂലമാവുകയാണെങ്കിൽ, CMRന് അനുകൂലമാവുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിൽ EDക്ക് അത് തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. കാരണം ഇതിനു മുൻപ് 12 ഇടങ്ങളിൽ ഒരേ സമയം ED റെയ്ഡ് നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് കൊച്ചിയിൽ നിർണായക യോഗം EDയുടെ ചേർന്നിരിക്കുന്നത്. ED മേധാവി ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 10:15 യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ റെയ്ഡിന്റെ സമയത്ത് അന്ന് കഴിഞ്ഞ ദിവസം ഇതിനു മുൻപ് 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയ സമയത്ത് EDക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ, അക്കാര്യത്തിലൊക്കെ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് ഇനി കടക്കണം, ഒപ്പം തന്നെ ഈ കേസിന്റെ ഗതി എങ്ങനെയാണ്, അതിൽ ഇനി അടുത്ത നടപടി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇന്നത്തെ ഈ മീറ്റിംഗിലായിരിക്കും. ഈ മീറ്റിംഗിനിടയിൽ തന്നെയായിരിക്കും. ശരി അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ED ഡയറക്ടറേറ്റ് യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ, അതായത് ഇനിയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ, മറ്റുള്ള ഇടങ്ങളിലുള്ള പരിശോധനകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. ഒപ്പം ഹൈക്കോടതിയുടെ തീരുമാനവും അറിയേണ്ടതുണ്ട്.